കാലങ്ങളോളം നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ പെരുവഴിയിൽ ഒരുപാട് പേർ അടിയേറ്റു വീണിട്ടുണ്ട്. ജീവനോടെ ചുട്ടരിക്കപ്പെട്ടിട്ടുണ്ട്. തലയറുത്തു കൊന്ന് കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ അപ്പനും ആങ്ങളമാരും ഉണ്ടായിരുന്നു. അവരുടെ ശ്വാസത്തിലും ചോരയിലുമാണ് സമരങ്ങൾ പിറന്നത്. മണ്ണായ മണ്ണിന്റെയൊക്കെ അടിയാധാരം ഞങ്ങൾക്കുള്ളതാണ്. ഇഴഞ്ഞിട്ടാണെങ്കിലും നിനക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ കനിയണം. തമ്പ്രാക്കന്മാരോട് ഒന്ന് പറഞ്ഞേക്കാം. പണിയെടുത്തും വിഴുപ്പുവാരിയും മരം പോലെ കട്ടിവന്ന ഞങ്ങളുടെ കൈകൾക്ക് ചെകിടടിച്ചു പൊട്ടിക്കാനുള്ള കരുത്തുമുണ്ട്. ജീവൻ പോയാലും ഞങ്ങൾ പിന്മാറില്ല. അന്നൊന്ന് ദുർമരണം സംഭവിച്ചാൽ നമ്മുടെ ആത്മാവ് ഗതികിട്ടാതെ അലയും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നണം. തടി കേടാകാതെ തടി തപ്പുന്നതാണ് നല്ലത്. എന്നെങ്കിലും ഒരു അവസരം വന്നാൽ ഞങ്ങൾ വീണ്ടും മുളച്ചു പൊന്തും. കളപിഴുത് കളഞ്ഞു തന്നെയാണ് ഞങ്ങൾ നട്ടു വളർത്തിയതും കൊയ്തെടുത്തതും. കാലം കാത്തുവച്ച ഗർജനങ്ങൾ, മാനവമോചനത്തിൻ മാറ്റൊലികൾ, കത്തുന്ന കനലിൽ കിളിർത്ത പൂമരങ്ങൾ, കൊടും വേനലിലും വറ്റാത്ത നീരുറവകൾ. മാറുമറച്ചതും മാറി നടന്നവർ ഒത്തു നടന്നതും, മാന്യതയോടെ അന്നം കഴിച്ചതും മഞ്ഞിലും മഴയിലും പൊഴിയാതെ കാത്തതും, അക്ഷരം പഠിച്ചതും അറിവിന്റെ കൊടുമുടി കേറിയതും, മാനവരെന്നറിഞ്ഞതും മണ്ണെന്ന സ്വപ്നം സ്വന്തമായതും, നമ്മൾ ഒന്നായി നിന്നിട്ട് തന്നെ, നമ്മൾ ഒന്നായി നിന്നിട്ട് തന്നെ, നമ്മൾ ഒന്നായി നിന്നിട്ട് തന്നെ. ജാതിയില്ലാ കരങ്ങൾ ഉയർന്നു പൊങ്ങിയിട്ടു തന്നെ. ഒരു നാട് മാതൃകയാകുന്നു. മതിലുകളിൽ